പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് അഭിക്ക് തെളിവൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താടാ ഇനി നിനക്കൊന്നും പറയാനില്ലേ എന്ന്. അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അഭി. അന്നേരം ആദർശ് പറയുവാണ്, ഞാൻ അങ്ങ് ഗൾഫിൽ ജയിലാകും എന്ന് കരുതി ഇവൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു. അങ്ങനെ എന്നെ ജയിലിലാക്കാൻ വേണ്ടി അവിടെ കുറേ ആൾക്കാർ പ്രയത്നിച്ചു. അതിൻ്റെ കൂടെ ഇവനും ഉണ്ടായിരുന്നോ, അതിൻ്റെ പിറകിൽ ഇവനും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പം അഭി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശനും വരും. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മുത്തശ്ശനും അഭിയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അഭി പറയുവാണ്, ഞാനല്ല നെക്ലേസ് എടുത്തത്, അമ്മയാണ് എന്ന്. അന്നേരം ജലജ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറയുന്നത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ നെക്ലേസ് എടുത്തതെന്ന് ജലജ തിരിച്ചു ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളെ തല്ലി വളർത്താത്തതിൻ്റെ ഒരുപാട് കുറവുകൾ അവളിലുണ്ട്, പക്ഷേ ഇനി അവളെ തല്ലിയിട്ട് കാര്യമില്ല, അപ്പോൾ തല്ലേണ്ടത് ആരെയായി നിന്നെയാ എന്ന് പറഞ്ഞ് അഭിയുടെ കരണം തീർത്തോരണം കൊടുക്കുന്നുണ്ട്. അഭി മുഖത്ത് കൈയും വെച്ച് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ അടിയും ബഹളമൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ടായിരിക്കാം അനി ജലജയോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചിയുടെ മകനെ ഈ നാട്ടിൽ നിന്നേ നാട് കടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം അവൻ ഈ വീട്ടിൽ നിന്നും പുറത്തായാൽ തന്നെ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ജലജയും കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.